നിത്യം മനതാരിൽ വിളം നിത്യനിരാമയ കൈ തൊഴുന്നേ ജ്ഞാനമിന്നും അകറ്റി നീ. രണ്ടാമതായി എനിക്ക് അത്ര സന്തോഷത്തോടെ ഞാൻ പഠിച്ച സ്കൂളിൽ എൻ്റെ പൂർവ്വ വിദ്യാർത്ഥിയായ സാറാണ്. ആദ്യ കോട്ടയത്തിൻ്റെ ആദരണീയ പൊന്നാമന പുത്രനാണ്. 91 മുതൽ 2021 എല്ലാ നിയമസഭാ ഇലക്ഷനുകളിലും അടൂർ കോട്ടയം മണ്ഡലങ്ങളിലെ പ്രതിനിധിച്ച ജനകീയ പ്രതിനിധി, റവന്യൂ, ആഭ്യന്തര വിജിലൻസ് തുടങ്ങിയ വകുപ്പുകൾ ശ്രദ്ധേയമായി കൈകാര്യം ചെയ്ത മന്ത്രിയാണ്. കോട്ടയത്തിന്റെ ഭൂപടത്തിന്റെ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന സ്നേഹം നിറഞ്ഞ U3A അംഗങ്ങളെ, നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. നാട്ടിലെ ആളുകൾ സത്യം പറഞ്ഞാൽ ഇതുപോലെ ഒരു കാര്യം എത്തിക്കഴിയുമ്പോൾ അവർക്ക് പകൽ വീട് എന്ന് പറയുന്ന ഒരു പദ്ധതി ഉണ്ടാകും, അല്ലെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കൂട്ടായ്മയായി പോകാൻ പറ്റുന്ന സാഹചര്യങ്ങളുണ്ടാകും. ഇങ്ങനെ പലവിധ ആക്ടിവിറ്റി ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. ഞാൻ പറയുന്നത് ഫലപ്രദമായി സൊസൈറ്റിക്ക് ഗുണകരമായി എങ്ങനെ വിനിയോഗിക്കാൻ പറ്റും എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അധ്യാപക ജീവിതം എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് വിഷമിക്കാൻ പറ്റുന്നതല്ല. റിട്ടയർമെൻ്റ് ആയാലും അല്ലെങ്കിൽ മുതലുമായി ബന്ധപ്പെട്ടുള്ള പല ക്ലാസ്സുകളിലുമൊക്കെ പോയി ഇത്തരം പദ്ധതികൾ നടപ്പാക്കണമെന്ന് ആഗ്രഹിച്ചൊരു വ്യക്തിയാണെന്ന് ഞാൻ മുമ്പ് ചർച്ചയിൽ ഉന്നയിച്ചിരുന്നു. പക്ഷേ മുന്നോട്ട് ഈ ഒരു നമ്മുടെ ഈ വർത്തമാന കാലഘട്ടത്തിൽ U3A പ്രവർത്തനങ്ങൾ സജീവമാക്കേണ്ടത് പ്രാധാന്യം തന്നെയാണ്. ഇവിടെ രഞ്ജു സാറിന്റെ വാക്കുകളെ ഞാൻ കടമെടുക്കുകയാണ്. എനിക്ക് തോന്നുന്നത് ഇന്ന് നമ്മൾ ജോലി എടുക്കുന്നു, ജോലിക്ക് ആ ഏണിംഗ് പീരീഡാണ്. എനിക്ക് തോന്നുന്നത് ഇതിൽ ഒരുപാട് പേര് ഗവൺമെന്റ് സർവീസിലും അല്ലാതെയൊക്കെ ജോലി ചെയ്ത് റിട്ടയർഡ് ആയിട്ടുള്ള ഒത്തിരി പേരുണ്ട്. ഇതില് സർവീസിലോ ടെൻഷൻ ഇല്ലാതെ റിട്ടയർ ചെയ്ത ആരെങ്കിലും ഉണ്ടോ? മക്കളെയൊക്കെ വളർത്തി ഈ കൊച്ചുമക്കളെയൊക്കെ വളർത്തുന്നവരൊക്കെയുണ്ട്. അപ്പം നമ്മുടെ ഇനിയുള്ള ജീവിതം സന്തോഷപ്രദമായി എങ്ങനെ നമുക്ക് ജീവിക്കാം ആ സന്ദേശം അതുപോലെ ത്രോട്ട് ഇൻഫെക്ഷനാണ്. അതുപോലെ അടുത്ത ഒരു നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ കാര്യം ഞാൻ പറയുന്നത്, U3യുമായിട്ട് ബന്ധപ്പെട്ട VIPസിന്റെ കാര്യം പറയുന്നത്. പിന്നെ ഡേയ്സ്മ മാഡം, നമ്മുടെ ഗ്രേസ്മ മാഡം വരാൻ താനിനാനോ തന്തിനാനോ താനിനാനോ ഒന്നാനാം കൊച്ചുതുമ്പി ഓച്ചിറയിൽ എന്ത് കണ്ടു? ഓച്ചിറയിൽ കാള കണ്ടേ തന്തിനാനോ താനിനാനോ.
ഒക്കെ ഇതിനുവേണ്ടി എത്രമാത്രം ശ്രമിച്ചു എന്നുള്ളത് നമുക്ക് അറിയാം. അതിൽ നമ്മൾ അഭിമാനം കൊള്ളുന്നു. എൻ്റെ പേര് ബെന്നി മാത്യു. ഞാൻ പാലായിൽ നിന്ന് വരികയാണ്. പാലായുടെ മെമ്പറാണ്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ആയുരാരോഗ്യ സമ്പൽ സമൃദ്ധി നേർന്നുകൊണ്ട് ഞാൻ രണ്ടു ബലമെനിക്കേണമേ സത്യത്തിൻ ചേരിൽ നിലവള്ളാനെപ്പോഴും സർവശക്ത കരളിൻ വെളിച്ചത്തിൽ ശരിയെന്നു കാൺമതേ കരണങ്ങൾ കൊണ്ടെന്നും ചെയ്യുവാനും. കേട്ടപ്പോൾ തന്നെ ഞാൻ പാലക്കാട് ജില്ലയിലെ യൂത്ത് ലീഗിന്റെ ഒരു മെമ്പറാണ്, ദെൻ മെന്റർ. എനിക്ക് നിങ്ങളോട് ഒറ്റ കാര്യം പറയാനുള്ളത്. എൻ്റെ പേര് ഉലഹന്നാൻ. സാർ ബാക്കിയൊക്കെ പറഞ്ഞു. ഞാൻ സൈക്കോളജിസ്റ്റാണ്, മെന്ററാണ്. അലൈപായുതേ കണ്ണായൻ മനമിക അലൈപായുതേ ഉന്നാനന്ദ മോഹന വേണുഗാനമതിൽ അലൈപായുതേ കണ്ണായൻ മനമിക അലൈപായുതേ ഉന്നാനന്ദ മോഹന വേണുഗാനമതിൽ അലൈപായുതേ. റിട്ടയർഡ് ആയതിനു ശേഷമാണ് നൃത്തം പഠിച്ചതിന് ശേഷം അരങ്ങേറ്റം നടത്തി വൈക്കത്ത് ക്ഷേത്രത്തിൽ 2 വർഷം മുമ്പ്. അങ്ങനെയുള്ള സജീവമായിട്ട് വിദ്യാഭ്യാസ പഞ്ചായത്തിന്റെ മാതൃക 2 പേരും പിന്നെ ഓരോരുത്തരും ഓരോ മേഖലകളിലും വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നതാണ് എബ്രാഹിം സാറ്. പിന്നെ അങ്ങനെ ഓരോ മേഖലകളിലും ടീച്ചറിനെ അറിയാമല്ലോ, ക്രിയേറ്റിവിറ്റി ബിസിനസ് ഒക്കെ ചെയ്യുന്ന നമ്മുടെ ശോഭന ടീച്ചർ. കാര്യം ഓരോന്നും വെറുതെ സമീപിക്കുന്നതെന്ന് അറിയാമല്ലോ. പിന്നെ സലീമാന ടീച്ചർ ക്ലാസ് എടുക്കാൻ പോകുന്നുണ്ട്. പിന്നെ സണ്ണി സാറിനെ കുറിച്ച് കാര്യങ്ങൾ കേട്ടല്ലോ, ഡാൻസ് ചെയ്ത ടീച്ചർ. പിന്നെ ഈ മേഡം ആണെങ്കിൽ നമ്മുടെ യൂണിറ്റിലെ പാട്ടും ഇങ്ങനെയായിട്ട് എല്ലാ ആളുകളെ പരിശീലിപ്പിക്കുന്നതാണ്. ടീച്ചർ. ഇത്രയും പേരാണ് നമുക്കുള്ളത്. കാര്യം സമയത്തിന്റെ ഒരു കവിതയാണ്, പുകുവലിയെ കുറിച്ച് ഉള്ള ഒരു കവിതയാണ്. വളരെ പഴയ കവിതയാണ്. അദ്ദേഹം മരിച്ചിട്ട് ഏതാണ്ട് 7 കൊല്ലം ആയിരിക്കുന്നു. പണ്ടുപണ്ടായിരം ആണ്ടിനും മുന്നം തെക്കുതെക്കായിരം നാഴിക ദൂരം ശക്തരും ബാലനുണ്ടായി. ബാലൻ വളർന്നു വരും തോറുമുള്ളിൽ ചാലേ വളർന്നിതൊരാഗ്രഹം വേഗം. അമ്മയോടായവൻ ചെന്നു ചോദിച്ചു, അച്ഛൻ സാധിച്ചില്ല അമ്മയ്ക്കുമായില്ല. അപ്പൂപ്പനും വരാമെന്ന് ചോദിക്കേ വിദ്യകളായവരെ കണ്ടുപിടിക്കുന്ന വിദ്യയൊരെണ്ണം പഠിക്കണം വേഗം. ചുക്കയുമേറെ കടപ്പായിലെയും വിക്രമനെ കിട്ടു ബ്രഹ്മാവു ചൊല്ലി. വർഷങ്ങളായിട്ട് ഈ ലൈബ്രറി യൂസ് ചെയ്യേണ്ടി വന്നു. അപ്പോഴാണ് ഞാൻ ഇതിനെ കുറിച്ച് ചിന്തിച്ചത്. 2.5 വർഷത്തോളം മാസം 3,000-4,000 രൂപ വീതം ചെലവാക്കിയപ്പോൾ ഞാൻ വിചാരിച്ചത് സാധാരണ മനുഷ്യർക്ക് ഇത് ബുദ്ധിമുട്ടല്ലേ. നമ്മൾ അങ്ങനെ ഈ ഒരു ചിന്ത എൻ്റെ മനസ്സിൽ വന്നു. പിന്നീട്
2 വർഷം എടുത്തു. അത് വളരെ എക്കണോമിക്കലായിട്ട് ചെയ്യാമെന്ന് ഏറെക്കുറേയായിട്ട് വിജയിക്കുകയും ചെയ്തെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാണാതിരിക്കുന്ന ധാരാളം പേര് നമ്മുടെ സമൂഹത്തിലുണ്ട്. പ്രത്യേകിച്ച് നിന്നോളിൻ അക്കരെ ഇക്കരെ എല്ലാം നോക്കി കണ്ടു പറന്നോളിൻ, നമ്മൾ കണ്ടു പറന്നോളിൻ. അത്രേ ഉള്ളൂ. നമ്മൾ പറക്കാൻ പോകുന്നവരാണ് കേട്ടോ, അതല്ലാതെ പുറകോട്ട് പോകുന്നവരല്ല. ഇനിയും നമ്മൾ പറന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഞാൻ ഒരു വരി പാടിത്തരാം, എല്ലാവരും പാടണം. ഒത്തു പിടിച്ചോളിൻ നമ്മൾ ഒന്നായി നിന്നോളിൻ, അവിടുന്ന് കിട്ടിയില്ല. ഒത്തു പിടിച്ചോളിൻ നമ്മൾ ഒന്നായി നിന്നോളിൻ, അക്കരെ ഇക്കരെ എല്ലാം നോക്കി, അക്കരെ ഇക്കരെ എല്ലാം നോക്കി കണ്ടു പറന്നോളിൻ, നമ്മൾ കണ്ടു പറന്നോളിൻ, നമ്മൾ കണ്ടു പറന്നോളിൻ. രണ്ടാനാം കൊച്ചുതുമ്പി കുണ്ടറയിൽ എന്ത് കണ്ടു? കുണ്ടറയിൽ കാള കണ്ടേ തന്തിനാനോ താലിനാനോ. Ready? 1, 2, 3, start. Ready? Ready? 1, 2, 3, start. ആ പേപ്പറിന്റെ മൂലയ്ക്ക് നിന്നും സ്വല്പം മുറിച്ച് കളയുക. റൗണ്ടായിട്ട് മുറിച്ച് കളയുക. ചിലർക്ക് വരാൻ മോബിലിറ്റി കുറവുള്ളവരാണ്, ചിലർക്ക് വരാൻ താല്പര്യമില്ലാത്തവരാണ്, ചിലരുടെ സമയം പ്രശ്നമുണ്ട്, ചിലർക്ക് ദൂരത്തിൻ്റെ പ്രശ്നം. നമ്മളതൊന്നും നോക്കി വരാത്തവരും വന്നവരും അങ്ങനെ ഒന്നും തിരിച്ച് ഞങ്ങൾ കിട്ടിയ സമയം കൊണ്ട് വന്നവരെ വെച്ചുകൊണ്ട് ഓരോ വാർഡിലും ഓരോ വാർഡിൽ ക്ലബുകൾ പോസ്റ്റ് ചെയ്തു. വാർഡിൽ ഡീറ്റെയിൽസ് ഓരോ ഗ്രൂപ്പും റൗണ്ടായിട്ട് നിൽക്കുക. ഓരോ ഗ്രൂപ്പും റൗണ്ടായിട്ട് നിൽക്കുക. വിവിധ സ്കൂളുകളിലും കുട്ടികൾക്കും കോളേജുകളിലും ഒക്കെ തരുവാനായിട്ട് അവര് എത്തിയിട്ടുള്ളത്. അവര് അറേഞ്ച് ചെയ്ത പ്രോഗ്രാംസ് ഒക്കെ വളരെ വിശാലമാണ്, വളരെ വിപുലമായ രീതിയിലുള്ള ക്ലാസ്സുകളാണ്. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം. ആദ്യം തന്നെ ഞാൻ എന്നെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. എൻ്റെ പേര് അലക്സ് റോഷൻ തോമസ്. ഞാനിവിടെ ഹോളി ഫാമിലി ഹയർ സെക്കൻഡറി സ്കൂളിൽ 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ആദ്യത്തെ ദിവസം
ദിവസം മുതൽ ഫാമിലി പറയാൻ എനിക്ക് ഭയങ്കര ഹാർബറേക്കായി പിന്നെ 5 ദിവസം ഉണ്ടായിരുന്നല്ലോ നമുക്ക് വിഷമമായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ വീട്ടിൽ ഇരുന്ന് റിസർച്ച് ചെയ്യുന്നതിനേക്കാളും നല്ലത് നമ്മളിങ്ങനെ ഭയങ്കര ഫാമിലി